ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ ഹിന്ദിയിലെ 5ാമത്തെ യൂണിറ്റാണ്. അപ്പോൾ 5ാമത്തെ യൂണിറ്റിൻ്റെ ഫസ്റ്റ് പേജിൽ തന്നെ നമുക്കൊരു ചിത്രം കാണാം. ഓക്കെ, ആ ചിത്രത്തെക്കുറിച്ച് നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തെല്ലാം എഴുതാം? ചിത്രമേ പേട്, ചിടിയ, മോർ, പൗധെ ആദി ഹെ. ചിത്രത്തിൽ എന്തെല്ലാം ഉണ്ട്? ചിത്രത്തിൽ നമ്മളൊരു പേട് കാണുന്നുണ്ടല്ലേ. പേടുണ്ട്, മോറുണ്ട്, അതേപോലെ പേട്, പൗധ ഒക്കെ ഉണ്ട്. അപ്പോൾ ചിത്രത്തിൽ പേട് എന്ന് പറഞ്ഞാൽ മരം, ചിടിയ കിളികൾ, മോറ് മയിൽ, പൗധ ആദി ഹെ. പൗധോം പർ ഫൂൽ ഹെ. ചെടികളിലൊക്കെ എന്തുണ്ട്? ഫ്ലവേഴ്സ് ഉണ്ട്, ഫൂലുണ്ട്. ആസ്മാൻ മേ ബാദൽ ഹെ. ആസ്മാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആകാശമാണ്. ആകാശത്ത് എന്തുണ്ട്? കാർമേഘങ്ങളുണ്ട്. ബാദൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കാർമേഘങ്ങൾ. ബാദലോം സെ പാനിക്ക് ബൂന്ത് കിർത്തി ഹെ. അപ്പോൾ മേഘങ്ങളിൽ നിന്ന് എന്ത് വരുന്നുണ്ട്? വെള്ളത്തുള്ളികൾ, മഴത്തുള്ളികൾ വരുന്നുണ്ട്. ഗിർത്തി ഹെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴേക്ക് വരുന്നു. മോർ നാച്തേ ഹെ. മോർ നാച്തേ ഹെ എന്ന് പറഞ്ഞാൽ എന്താണ്? മയിൽ നൃത്തമാടുകയാണ്. ഓക്കെ, പിന്നെ രണ്ടാമത്തും ഇതിലൊരു ചോദ്യമുണ്ട്. എന്താണ് ചോദ്യം? ധർത്തി മുझे गोद में लेकर मौसम घुमाती है. അപ്പോൾ ഇതിൽ ചോദ്യം എന്താണ് ഉള്ളത്? ധർത്തി കിൻ കിൻകോ അപ്നി ഗോദ് മേ ലേത്തി ഹെ. ധർത്തി എന്ന് പറഞ്ഞാൽ ഭൂമി ആരൊക്കെയാണ് തൻ്റെ മടിയിലിരുത്തുന്നത് എന്നാണ് ചോദ്യം. ഗോദ് എന്ന് പറഞ്ഞാൽ എന്താണ്? മടി എന്നാണ് അർത്ഥം, മടിയിലിരുത്തുക. ഓക്കെ, सभी पेड़ पौधों और जीव जंतुओं पेड़ पौधों को धरती अपनी गोद में लेती है. അപ്പോൾ എന്തൊക്കെയാണ്? എല്ലാ ജീവജാലങ്ങളെയും അതേപോലെ തന്നെ സസ്യജാലങ്ങളെയും പേട് പൗധോങ്കോ ധർത്തി അപ്നി ഗോദ് മേ ലേത്തി ഹെ. ഭൂമി തൻ്റെ മടിയിൽ ഇരുത്തുന്നു. ഇനി നമുക്ക് പാഠഭാഗം വായിച്ചു നോക്കാം. ജമീക്കോ ജാദു ആത്തി ഹെ. അതായത് മണ്ണിന് മായാജാലം അറിയാം, മാജിക് അറിയാം. ജാദു എന്ന് പറഞ്ഞാൽ എന്താണ്? മാജിക്കാണ്. ഓക്കെ, ഓരോ ലൈൻ ബൈ ലൈനായിട്ട് നമുക്ക് മീനിങ് നോക്കാം. ഓക്കെ, യേ മേരെ ബാഗ് കി മിട്ടി കോ കുച്ച് തോ ഹേ. ഇത് എൻ്റെ പൂന്തോട്ടത്തിലെ ബാഗ് എന്ന് പറഞ്ഞാൽ ഗാർഡൻ ആണ്. ബാഗ് എന്ന് പറഞ്ഞാൽ പൂന്തോട്ടം അല്ലെങ്കിൽ ഗാർഡൻ. മിട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? സോയിലാണ്, മണ്ണ്. മിട്ടി എന്ന് പറഞ്ഞാൽ മണ്ണാണ്. അപ്പോൾ എന്താണ് പറയുന്നത്? യേ മേരെ ബാഗ് കി മിട്ടിക്കോ കുച്ച് തോ ഹേ. എൻ്റെ പൂന്തോട്ടത്തിലെ മണ്ണിന് എന്തോ ഉണ്ട്. എന്താണത്? യേ ജാദുൻ ജമീ ഹേ ക്യാ. ഇതിലെന്തോ മാജിക് ഉള്ള ഒരു ഭൂമിയാണ്. ജമീ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമി. ജമീക്കോ ജാദു ആത്തെ ഹേ. ഭൂമിക്ക് മാജിക് അറിയാം. അഗർ അമരൂദ് ബീജു. അമരൂദ് എന്ന് പറഞ്ഞാൽ എന്താ? പേരയ്ക്ക. അമരൂദ്. അഗർ അമരൂദ് ബീജു. അമരൂദ് എന്ന് പറഞ്ഞാൽ പേരയ്ക്ക നടുക. ബീജിന എന്ന് പറഞ്ഞാൽ നടുക. പേരക്ക നട്ടാൽ തോ യേ അമരൂദ് ദേത്തി ഹേ. നമ്മൾ പേരക്ക നട്ടാൽ എന്താ ഇത് തരുന്നത്? പേരക്ക തന്നെ തരുന്നു. അഗർ ജാമുൻ കി കുട്ട്ലി ഡാലു തോ ജാമുൻ ദേത്തി ഹേ. പിന്നെയോ, ആദ്യം നമ്മൾ പേരക്ക നട്ടു, അപ്പോൾ നമുക്ക് പേരക്ക തന്നു. പിന്നെ നമ്മൾ നട്ട എന്താണ്? ജാമുൻ കി കുട്ട്ലി, അതായത് നാവൽപ്പഴത്തിൻ്റെ വിത്ത്. കുട്ട്ലി എന്ന് പറഞ്ഞാൽ എന്താണ്? വിത്ത്. നാവൽപ്പഴത്തിൻ്റെ വിത്ത് ഇട്ടപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? നാവൽപ്പഴമാണ് തരുന്നത്. കരേല എന്ന് പറഞ്ഞാൽ എന്താണ്? പാവയ്ക്ക, കൈപ്പങ്ങ എന്നൊക്കെ പറയും. കരേല തട്ടാൽ നമുക്ക് കരേല തരുന്നു. നീമ്പു എന്ന് പറഞ്ഞാൽ എന്താണ്? ലെമൺ, ചെറുനാരങ്ങ. ഓക്കെ, നീമ്പു നട്ടാൽ നമുക്ക് നീമ്പു തരുന്നു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്താണോ കൊടുക്കുന്നത് അത് നമുക്ക് തിരിച്ചിങ്ങോട്ട് ഭൂമി തരുന്നുണ്ട്. അപ്പോൾ ഭൂമിക്ക് എന്തോ മാജിക് ഉണ്ടോ എന്നാണ് കവി ചോദിക്കുന്നത്. ജമീക്കോ ജാദു ആത്താ ഹെ. ഇനി അടുത്ത നോക്കാം. അഗർ മേ ഫൂൽ മാങ്കു. ഞാൻ പൂവ് ആവശ്യപ്പെട്ടാൽ തോ ഗുലാബി ഫൂൽ തേത്തി ഹേ. അപ്പോൾ എന്താ എനിക്ക് തരുന്നത്? റോസാ ചെടിയാണ് തരുന്നത്. അപ്പോൾ ഞാൻ ഒരു പൂ ചോദിച്ചാൽ എനിക്ക് എന്താണ് തരുന്നത്? റോസാ ചെടി തരുന്നു. അഗർ മേ ഫൂൽ മാങ്കു തോ ഗുലാബി ഫൂൽ ദേത്തി ഹേ. मैं जो रंग दूँ उसे वो रंग देती है. ഞാൻ എന്താണോ നിറം കൊടുക്കുന്നത്, നിറമാണോ നൽകുന്നത്, അതേ നിറമാണ് എനിക്ക് കിട്ടുന്നത്. ये सारे रंग, ഈ എല്ലാ നിറവും ക്യാ ഉസ്നെ നീച്ച് ചുപ്പാ രഖേ ഹേ മിട്ടി മേ. ഇത് എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെക്കുകയാണോ? കൊടുക്കുന്ന നിറം തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഈ നിറങ്ങളെല്ലാം എന്താ? മണ്ണിനടിയിലോ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണോ എന്ന് ചോദിക്കുകയാണ്.
ബഹുത്ത് ഗോദ മഗർ കുച്ച് ബി നഹി മില. പക്ഷെ അങ്ങനെ ഞാൻ ഒത്തിരി കുഴിച്ചു നോക്കി. ഗോദ എന്ന് പറഞ്ഞാൽ ഗോദിന എന്ന് പറഞ്ഞാൽ കുഴിച്ചു നോക്കുക, പക്ഷെ എനിക്ക് ഒന്നും കിട്ടിയില്ല. ജമീക്കോ ജാദു ആത്തേ ഹേ. അപ്പോൾ ജമീക്കോ എന്ത് വരുന്നുണ്ട്? മാന്ത്രികത, മാജിക് അറിയാം. ജമീക്കോ ജാദു ആത്തേ ഹേ ബഡേ കർത്തബ് ദിഖാത്തി ഹേ. അപ്പോൾ എന്താണ്? ഭൂമിക്ക് ജാലവിദ്യ അറിയാം, വലിയ വലിയ പ്രവൃത്തികൾ ചെയ്യുന്നു. കർത്തബ് എന്ന് പറഞ്ഞാൽ കർത്തവ്യങ്ങൾ അല്ലെങ്കിൽ പ്രവൃത്തികൾ എന്നർത്ഥം. ഓക്കെ, പ്രവൃത്തി. बड़े कर्तव्य दिखाती है ये लंबे लंबे ऊंचे ताड़ के जब पेड़ ഊംഗ്ലി पर उड़ाती है. എന്തൊക്കെയാണ് ചെയ്യുന്നത്? വലിയ വലിയ പ്രവൃത്തി എന്ന് പറയുന്നു. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? വലിയ ഉയരത്തിലുള്ള പനമരം, ലംബേ ലംബേ ഊഞ്ചേ താട്, വലിയ ഉയരത്തിലുള്ള പനമരം എന്ത് ചെയ്യാണ്? പനമരത്തെ എന്ത് ചെയ്യുക? വിരലിലെടുത്താലും വീഴാൻ അനുവദിക്കുന്നില്ല. അപ്പോൾ വിരലിലെടുത്താലും എന്താണ്? വീഴാൻ അനുവദിക്കുന്നില്ല. അപ്പോൾ എന്തുണ്ട്? ഭൂമിക്ക് മാജിക്കുണ്ട്. ഊംഗിലിപ്പർ ഉടാത്തി ഹേ, എന്നാലും അത് വീഴുന്നില്ല. ഊംഗിലി എന്ന് പറഞ്ഞാൽ എന്താണ്? വിരലുകൾ. ജോ ഗിർനെ ബി നഹി ദേത്ത, അപ്പോൾ അതിനെ വീഴാൻ അനുവദിക്കുന്നില്ല. ഹവായെ ഖൂബ് ഹിലാത്തി ഹേ. ഹവായ എന്ന് പറഞ്ഞാൽ എന്താണ്? കാറ്റ്. കാറ്റ് ശക്തമായി ഇളക്കുന്നു. ജമി ഹിലാനി നഹി ദേത്ത, എന്നാൽ ഭൂമി അതിനെ ഇളകാൻ അനുവദിക്കുന്നില്ല. ഇനി നമുക്ക് അടുത്ത നോക്കാം. മേരെ ഹാത്തോൻ സെ ഷർബത്ത് ദൂത് പാനി. എൻ്റെ കയ്യിൽ നിന്ന് ഷർബത്ത്, അതേപോലെ തന്നെ പാല്, വെള്ളം, കുച്ച് ഗിരേ സബ് ടീക്ക് ജാത്തി ഹേ, എല്ലാം വീണു പോകുന്നു. പക്ഷെ എല്ലാം എന്താണ്? ടീക്ക് ജാത്തേ ഹേ എന്ന് പറഞ്ഞാൽ എന്താണ്? ടീക്ക് ജാത്തേ ഹേ, എൻ്റെ കയ്യിൽ നിന്ന് വീണു പോകുകയാണ്. ഈ കിത്തിന പാനി പീത ഹേ, എത്ര വെള്ളമാണ് കുടിക്കുന്നത്? ഘടക് ജാത്തി ഹേ ജിത്തിന ദോ. ഘടക് ജാത്തി ഹേ ജിത്തിന ദോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇത് എത്ര കൊടുത്താലും അവയെല്ലാം അത് ആഗിരണം ചെയ്യുകയാണ്, അവയെല്ലാം അത് ഉള്ളിലേക്ക് വലിക്കുകയാണ്. ഇസേ ലോട്ടേസെ ദോ യാ ബാൾട്ടീസെ, ഇതിനെ രണ്ട് എന്താണ്? മഗ് അല്ലെങ്കിൽ 2 ബക്കറ്റ്. ബാൾട്ടി എന്ന് പറഞ്ഞാൽ ബക്കറ്റ്. യാ നൾ ദിൻ ബർ ബൂക്കാ രഹ്കദ്, അല്ലെങ്കിൽ ദിവസം മുഴുവനും ടാപ്പ് തുറന്നിടുകയാണ്. ഗജബ് ഹേ പേട് ഭർത്താഹി നഹി ഇസ്ക, വളരെ വിചിത്രമാണ്. ഇങ്ങനെയൊക്കെ ചെയ്താലും ഒന്നെങ്കിൽ 2 കപ്പ് വെള്ളം, അല്ലെങ്കിൽ 2 ബക്കറ്റ്, അല്ലെങ്കിൽ മുഴുവൻ ടാപ്പും തുറന്നിട്ടാലും എന്താണ്? വിചിത്രമാണ്, ഇതിൻ്റെ വയറ് നിറയുകയില്ല എന്നാണ് പറയുന്നത്. അതായത് ഭൂമിയിൽ എത്ര വെള്ളം നമ്മൾ ഒഴിച്ചാൽ അത് ഭൂമി വലിച്ചെടുക്കുകയാണല്ലേ. ഗജബ് ഹേ പേട് ഭർത്താഹി നഹി ഇസ്ക സുനാ ഹേ യേ നദിക്ക് ബി ചുപ്പാ ലേത്തി ഹേ അന്തർ. അപ്പോൾ ഇതിൻ്റെ വയറ് ഒരിക്കലും നിറയുകയില്ല എന്നാണ്. അതായത് നദിയെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണെന്ന് കേട്ടിട്ടുണ്ട്. ഭൂമിയുടെ ഉള്ളിൽ നദിയെ ഒളിപ്പിച്ച് വെച്ചെന്ന് കേട്ടിട്ടുണ്ട്. ജമീക്കോ ജാദു ആത്തേ ഹേ, ഭൂമിക്ക് ജാലവിദ്യ അറിയാം. ജമീക്കോ നീച്ചെ ചീനിക്ക് ഗാനെ ഹേ, ഭൂമിയുടെ അടിയിൽ എന്താ? പഞ്ചസാര ഖനികളുണ്ടോ? എന്താണ്? രസത്തിന് എന്തെങ്കിലും വശീകരണമുണ്ടോ? ഫലോം സെ മീഠ കൈസെ ഡാൽത്തി ഹേ യേ ജമീ, അതായത് എപ്പോൾ നോക്കിയാലും പഴങ്ങളിൽ നല്ല മധുരം ഉണ്ടല്ലോ, ഇത് എങ്ങനെയാണ് ചേർക്കുന്നത്? ലാത്തി കഹാൻസെ ഹേ, ഇത് എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്? അനാരോം ബൈരോം ഓർ ആമോമേ സേബോമേ സബി മീട്ടോമേ ബി മീട്ടേ അലഗ് ഹേ. ഇപ്പോൾ അനാറ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാതളപ്പഴം, ഉറുമാമ്പഴം. പിന്നെ അതേപോലെ ബൈർ എന്ന് പറഞ്ഞാൽ ഇലന്തപ്പഴം, ആം എന്ന് പറഞ്ഞാൽ മാങ്ങ, സേബ് എന്ന് പറഞ്ഞാൽ നാരങ്ങ. ഇതിലൊക്കെ സേബ് എന്ന് പറഞ്ഞാൽ ആപ്പിൾ. അപ്പോൾ ഇതിലൊക്കെ എന്താണ്? വ്യത്യസ്ത രുചികളാണല്ലേ, ഓരോന്നിനും വ്യത്യസ്തമായ രുചികളാണ്. ഓക്കെ, കി പത്തേ ഖാവോക്കോ ഫീക്കേ ഹേ ഓർ ഫൽ മീട്ടേ ലഗ്തേ ഹേ. ഇനി നമ്മൾ അതിൻ്റെയൊക്കെ ഇലകൾ ഭക്ഷിച്ചാൽ എന്താണ്? രുചിയില്ല. പക്ഷേ അവയുടെ പഴങ്ങൾ എന്താണ്? നല്ല മധുരമുണ്ട്. ഇതിൻ്റെയൊക്കെ നമ്മൾ ഇലകൾ ഭക്ഷിച്ചാൽ നമുക്ക് മധുരം തോന്നുമോ? ഇല്ല. അപ്പം ഭൂമിയുടെ ഒരു മാജിക്കാണത്. മുസംബി മീട്ടി ഹേ തോ നീമ്പു ഖട്ടാ ഹേ. മുസംബി നമുക്കറിയാമല്ലോ, മുസംബി മധുരമുള്ളതാണ്, പക്ഷേ നാരങ്ങ എന്താണ്? പുളിപ്പുള്ളതാണ്. ഖട്ടാ ഹേ എന്ന് പറഞ്ഞാൽ പുളിപ്പുള്ളതാണ്. യക്കീനൻ ജാത്ത ഹേ, തീർച്ചയായും ഭൂമിക്ക് എന്തറിയാം? മാജിക് അറിയാം. ഓക്കെ, ബങ്കർന ബാസ് ഫീക്ക സഖ്ത് ഓർ ഗന്നോനെ രസ്ക്യോ ഹേ.
അപ്പം ചോദിക്കുകയാണ് മുള അതേപോലെ രുചിയില്ല. മുള രുചിയില്ല, പക്ഷെ എന്താണ് ശക്തമാണ് അല്ലേ. മുളക്ക് ബാസ് എന്ന് പറഞ്ഞാൽ എന്താണ് മുളയാണ്. അതെന്താണ് സക്ത് എന്ന് പറഞ്ഞാൽ ശക്തിയുള്ളതാണ്. പക്ഷെ ഗന്ന എന്ന് പറയുന്നത് എന്താണ് കരിമ്പാണ്. പക്ഷെ കരിമ്പിൻ്റെ നീരിൽ എന്താണ് കരിമ്പിന് എങ്ങനെയാണ് നീര് വന്നത്? മുളക്ക് നീരൊന്നും ഇല്ലല്ലോ, മുള പക്ഷേ ശക്തമാണ്. അങ്ങനെ ഭൂമിയിലുള്ള പല ജീവജാലങ്ങൾക്കും പലവിധ വിശേഷതകളാണ് ഉള്ളത്. അപ്പോൾ ഈ ഭൂമിക്ക് ഒരു ജാലവിദ്യ അറിയാം എന്നാണ് പറയുന്നത്. അപ്പോൾ ചോദ്യമുണ്ട്, ജമിക്കു ജാദു ആതാ ഹെ ആപ്കി റായ് ക്യാ ഹെ? അപ്പോൾ ഭൂമിക്ക് ജാലവിദ്യ അറിയുമോ, മാജിക് അറിയുമോ, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ജമി ജാദു ദിക്കാത്തെ ഹെ, ഭൂമി എന്താണ് മാജിക് കാണിക്കുന്നുണ്ട്. അമരൂത്ത് ബീജിയത്തോ അമരൂത്ത് ദേത്തി ഹെ, പേരയ്ക്ക നടുകുമ്പോൾ പേരയ്ക്ക തരുന്നു. കരയിലാത്തോ കരയില, ജിത്തിന പാനി പീത്താത്തോ ഉസ്ക പേട്ട് ഭർത്താ ഹി നഹി, എത്ര വെള്ളം കുടിച്ചാലും ഭൂമിയുടെ വയറ് നിറയുന്നില്ല. ഫൽക്കോ അലഗ് അലഗ് മീഠാ ദേത്തി ഹെ, പഴങ്ങൾക്കാച്ച വ്യത്യസ്ത മധുരമാണ്. യെ സബ് ജമീക ജാദു ഹെ, ഇതൊക്കെ കണ്ടിട്ട് എന്താണ് ഭൂമിക്ക് മാജിക് അറിയാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കുറച്ച് മീനിങ്സ് ആണ്. ധർത്തി എന്ന് പറഞ്ഞാൽ ഭൂമി, ഗോദ് എന്ന് പറഞ്ഞാൽ കൈകൾ, പേട് പൗധ എന്ന് പറഞ്ഞാൽ മരങ്ങളും ചെടികൾ, ജീവജന്തുക്കൾ ജീവജാലങ്ങൾ, നദികൾ, ജാദു മായാജാലം, മിട്ടി മണ്ണ്, ഖനീജ് ധാതുക്കൾ, പേട് മരം, പൗധ ചെടി, ജീവൻ ജന്തു. ക്വസ്റ്റ്യൻ നോക്കാം. കവിക്ക് അനുസാർ ജമീൻ ക്യാ ക്യാ ജാദു ദിക്കാത്തെ ഹെ, എന്തൊക്കെയാണ് പിന്നെ കവി പറയുന്നത്, എന്തൊക്കെ മായാജാലങ്ങളാണ് ഭൂമി കാണിക്കുന്നത്? അഗർ മേ അമരൂത്ത് ബീജു തോ അമരൂത്ത് ദേത്തി ഹെ, അഗർ മേ ജാമുൻ की कुंडली डालूं तो जामुन देती है, करेला तो करेला देती है, नींबू तो नींबू देती है, अगर मैं फूल मांगूँ तो गुलाबी फूल देती है, मैं जो रंग दूँ उस रंग देती है. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അപ്പിനി ഓർ സേ ജമിക്ക് 2-3 ജാദു ലിഖേ. ഇനി നമ്മൾ എന്തെങ്കിലും മാജിക് എഴുതാനാണ്, ഒരു 3 എണ്ണം എഴുതിയാൽ മതി. അഗർ മേ ഗഹു ബോവു തോ ഗേഹു ക പൗധ ഉഗാത്തി ഹെ, ഞാൻ ഗേഹു നടുക വെച്ചാൽ ഗേഹുവിൻ്റെ ചെടിയാണ് വരുന്നത്. അഗർ മേ ആം കാ പേട് ലഗാവു തോ ആം കാ ഫൽ ദേത്തി ഹെ, മാവ് നടുക വെച്ചാൽ എനിക്ക് മാങ്ങ കിട്ടുന്നു. അഗർ മേ തുളസി കാ പൗധ ക ലഗാവു മേ തുളസി കെ പത്തേ ദേത്തി ഹെ, തുളസി ചെടി നടുമ്പോൾ നമുക്ക് തുളസി ചെടി കിട്ടുന്നു. ഇങ്ങനെ 3 എണ്ണം എഴുതിയാൽ മതി. ഇനി അടുത്ത കവിതാക്ക പരിചയ കർത്തേ ഹുയ ടിപ്പണി ലിഖേ. ഇനി കവിതയുടെ പരിചയപ്പെടുത്തിയിട്ട് ഒരു ടിപ്പണി ആസ്വാദനക്കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. हिंदी के प्रसिद्ध कवि गुलजार की एक सुंदर कविता है जमीन को जादू आता है. അപ്പോൾ ഹിന്ദിയുടെ പ്രസിദ്ധ കവിയായ ഗുൽസാറിൻ്റെ ഒരു കവിതയാണ് എന്ത്, ജമീൻ കോ ജാദു ആത്തി ഹെ. ആസ്വാദനക്കുറിപ്പ് എഴുതാൻ പറയുമ്പോൾ നമ്മൾ പോയത്തിൻ്റെ പേരും എഴുതണം, അത് എഴുതിയത് ആരാന്നും എഴുതണം. ഇസ്മേ ജമീൻ കോ ഗുണോ കാ വർണ്ണം കർത്ത ഹെ, ഇതിലെന്താ ചെയ്യുന്നത്, ഭൂമിയുടെ ഗുണങ്ങളുടെ പ്രകീർത്തിക്കുകയാണ്. കവി കഹത്ത ഹെ കി ഹമാരി മിട്ടിക്കോ ജാദു ആത്തെ ഹെ, കവി എന്താണ് പറയുന്നത്, നമ്മുടെ ഭൂമിക്ക് എന്തറിയാം, മാജിക് അറിയാം എന്നാണ് പറയുന്നത്. जामुन अमरूद करेला नींबू आदि का बीजों की मिट्टी हमें फल देती है, रंग बिरंगे फूल देती है, पेड़ पौधों को ज़मीन अपनी उंगली पर सुरक्षित रूप में रखती है, भूमि अपने अंदर नदी छिपा लेती है, मिट्टी में पके फलों को स्वाद अलग अलग है, कुछ फल मीठे हैं कुछ खट्टे, ये सब मिट्टी का जादू है, ज़मीन हमारा माँ है, इसे हम प्यार करें. അപ്പോൾ ഭൂമിയുടെ സവിശേഷതകളാണ് നമ്മൾ പാഠഭാഗത്ത് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. പേരക്ക നടന്നാലും പാവയ്ക്ക നടന്നാലും നാരങ്ങ നട്ടാലും എന്തൊക്കെയാണ് നമുക്ക് ഭൂമി അതെല്ലാം തിരിച്ചു തരുന്നു. അതേപോലെ തന്നെ രംഗ് ബിരംഗ് ഫൂൽ ദേത്തി ഹെ, പല നിറത്തിലുള്ള പൂക്കൾ തരുന്നു. ബഡേ പേടോं को ज़मीन अपनी उंगली पर सुरक्षित रूप में रहते हैं, വലിയ വലിയ മരങ്ങളെ തൻ്റെ വിരലുകളാൽ സുരക്ഷിതമാക്കിയിരിക്കുന്നു. ഭൂമി അപ്പനെ അന്തർ നദി ചിപ്പാ ലേത്തി ഹെ, ഭൂമിയുടെ ഉള്ളിൽ എന്തുണ്ട്, ഒരു നദി ഒഴുകുന്നുണ്ട്. മിട്ടിമേ ഏക്ക് ഫലോം കാ സ്വാദ് അലഗ് അലഗ് ഹെ, ഭൂമിയിൽ എന്താണ്, ഓരോ ഫലത്തിൻ്റെയും ഓരോ ഫ്രൂട്ടിൻ്റെയും രുചി വ്യത്യസ്തമാണ്.
കുച്ച് ഫൽ മീഠേ ഹേ, കുറച്ച് ഫ്രൂട്ട്സ് മധുരമുള്ളതാണെങ്കിൽ കുച്ച് ഖട്ടേ ഹേ, ചിലത് നല്ല പുളിയുള്ളതാണ്, കയ്പുള്ളതാണ്. യേ സബ് മിട്ടി കാ ജാദു ഹേ, ഇതെല്ലാം മണ്ണിൻ്റെ മാജിക്കാണ്. ജമീൻ ഹമാരി മാ ഹേ, ഭൂമി എന്ന് പറയുന്നത് നമ്മുടെ അമ്മയാണ്. ഇസേ ഹം പ്യാർ കരേ, അപ്പോൾ നമ്മൾ അതിനെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. सरल भाषा में लिखी यह कविता हमारे मन में मिट्टी का महत्व के बारे में कई विचार उठाते हैं. അപ്പോൾ നല്ല ലളിതമായ ഭാഷയിലാണ് ഇത് വിവരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? മണ്ണിൻ്റെ മഹത്വം മനസ്സിലാക്കാം. ഇസ്കി ഭാഷ സരൾ എവം സുന്ദർ ഹേ, സരളവുമാണ്, അതായത് ലളിതവുമാണ്, അതേപോലെ തന്നെ മനോഹരവുമായ ലാംഗ്വേജാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സെമിക്കോ ജാദു ആത്തേ ഹേ എന്ന് പറഞ്ഞ പാഠഭാഗം ആണ് നമ്മൾ ഡിസ്കസ്